ശ്രീ ജി വി ഹരി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. നോക്കൂ, ഈ കർത്തയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന 2 പേരുകൾ ഇപ്പോൾ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. അത് ഏതെങ്കിലും വിധത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്കൊക്കെ നിങ്ങൾ മാറുമോ? കാരണം ഇഡിയുടെ കാര്യം വരുമ്പോൾ ചില കാര്യങ്ങളിൽ ആകാം, ചില കാര്യങ്ങളിൽ വേണ്ട എന്നുള്ള നിലപാടാണല്ലോ നിങ്ങൾ പലപ്പോഴും എടുത്തു കാണുന്നത്. ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പോലും അവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള രാഷ്ട്രീയ വിമർശനം കോൺഗ്രസിനെതിരെ ഉണ്ട് താനും. ഞങ്ങൾ ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിമർശനം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് തെളിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന കേസുകൾക്ക് ഞങ്ങൾ ഇതുവരെ അഭിപ്രായം വ്യത്യാസം പറഞ്ഞിട്ടില്ല. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പ്രിയപ്പെട്ട ഹാഷിം അലിയിൽ ചൂണ്ടിക്കാണിച്ച 2 കാര്യങ്ങൾ, ഈ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് ഒളിച്ചു വെക്കാനൊന്നുമില്ല. അവർക്കെതിരായിട്ടുള്ള 2 കേസുകൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പൊക്കോട്ടെ എന്ന് തന്നെയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും എന്താ പറഞ്ഞത്? ഞങ്ങൾ കാശ് വാങ്ങിച്ചിട്ടില്ലെന്നുള്ള, ഈ കർത്തയിൽ നിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ തെറ്റുള്ളത്? നിലവിലുള്ള സംവിധാനത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ആളുകളുടെ കയ്യിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. BJP ആണെങ്കിലും ശരി തന്നെ, CPM ആണെങ്കിലും ശരി തന്നെ, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും അങ്ങനെ തന്നെ. അതിന് ഈ വീണാ വിജയൻ്റെ കേസിൽ കൂട്ടിക്കെട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഈ കർത്തായിൽ നിന്ന് പണം വാങ്ങിച്ചത് ഒരു അപരാധമായിട്ട് ശ്രീ ഹാഷിം അലിയിൽ പറയണ്ട. പക്ഷേ അപരാധം എപ്പോഴാകുന്നത്? നമുക്ക് 2 കമ്പനികൾ തമ്മിൽ ഒരു സേവനവും ചെയ്യാതെ 1,72,00,000 രൂപ കൊടുത്തതുമായി ബന്ധപ്പെട്ടതാണ് കേസ്. അതും രാഷ്ട്രീയ സംഭാവനയുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാൻ തരും, ഇതിനകത്ത് ഓരോ ദിവസം കഴിയുന്തോറും ഈ കേസ് കൂടുതൽ CPM-നെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിനകത്ത് ഒപ്പം ലേക്കർ ഇന്ത്യ കൂടി വന്നു, മുഹമ്മദ് റിയാസ് കൂടി വരുന്നു. ഇതോടുകൂടി ഇത് കൂടുതൽ വളരെ സങ്കീർണമായിട്ടൊരു കേസായിട്ട് വരും. CPM-ന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇതുവരെ CPM ഉത്തരം പറയേണ്ടി വന്നില്ല. കാരണം ഇതിനകത്ത് അവർ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആളല്ലല്ലോ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ഒരു ബന്ധവും ആർക്കില്ല, വീണയ്ക്കില്ല. പക്ഷേ വീണയുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന AKI സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള കൗതുകം വേറെയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉളിപ്പിനെക്കുറിച്ച് എന്നോട് പറയേണ്ട ശ്രീ ഹാഷിം അലിയിൽ, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് ഈ കേസൊന്ന് തീരുന്നത് വരെയെങ്കിലും ആ പ്രതിപക്ഷ സ്ഥാനത്തൊന്ന് മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറാവും. വീണ്ടും ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനം രാജിവെച്ച് നിൽക്കണം എന്നുള്ളതാണ്. അത് മാതൃക കാണിച്ചാൽ മതി. നമുക്ക് വാങ്ങാൻ, മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയും. ഈ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. കറണ്ട് പോയിട്ടുണ്ട്. കാരണം ഹരിന്റെ പാർട്ടി ഉണ്ടാക്കിയ പുതിയ സംവിധാനം, നമുക്ക് കറണ്ട് ഉണ്ടാവില്ല അധിക സമയത്ത്. ഇപ്പൊ കറണ്ട് പോയിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം, വ്യക്തമല്ലേ ഞാൻ പറയുന്നത്? അതായത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഹാഷിം അതിനോട് യോജിക്കുന്നു. കർമ്മഫലമാണ് ഹാഷിം അലിയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം ഈ ചർച്ച ഒന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. കർമ്മഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ കറണ്ടുണ്ട്, ഹാഷിം അലിയിൽ മാത്രമേ ഉള്ളൂ കറണ്ട് ഇല്ലാത്തത്. കർമ്മഫലമാണ്. അല്ല ശ്രീ ഹാഷിം അലി, ഇതിനകത്ത് പിണറായി വിജയൻ നോക്കൂ, ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പേരുകൾ ശ്രീ കർത്തയുടെ ഡയറിയിൽ ഉണ്ടാകുമായിരിക്കും. അതുപോലൊരു പേരാണ് ശ്രീ PV എന്നുള്ള രീതിയിൽ ഉണ്ടാവുകയും 1.72 കോടി ആണെങ്കിൽ പോലും ഇതിനകത്ത് പ്രശ്നമില്ല. കാരണം അത് സംഭാവന പാർട്ടിക്ക് മേടിച്ചതാണ് എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. അല്ല, അത് അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നു. നോക്കൂ, ഇവിടെ നടന്നിരിക്കുന്ന മണി ലോണ്ടറിംഗ് ആണ്. അല്ലല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതൊരു സംഭാവനയായിട്ട് പിണറായി വിജയൻ വാങ്ങിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വാങ്ങിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്റർ വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ ആരും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിന്റെ കണക്ക് CPM കാണിച്ചാൽ മതി. അതെ, ഞങ്ങളുടെ പാർട്ടിക്ക് വന്നതാണ് ഞങ്ങൾ കാണിച്ചു. ഇവിടെ നടന്നിരിക്കുന്ന പ്യുവർ മണി ലോണ്ടറിംഗ് ആണ്. നിങ്ങൾക്ക് അതെന്താ മനസ്സിലാകാത്തെ? അതായത് ഗൗരവം CPM ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്. ഈ റെയ്ഡിന്റെ ബാക്കിയായി
അപ്പോൾ ഇവർക്ക് Yes, അല്ല അത് അതാണ് ഞാൻ വ്യക്തമായ പറയുന്നത്. അല്ല ഞാൻ പറയുന്നത് അത് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ അകത്ത് റെസിപ്റ്റ് എന്നുള്ളതല്ലല്ലോ, പാർട്ടിക്ക് കണക്ക് കാണിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം ഇത് തന്നിട്ടുണ്ട്, നമ്മളിത് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് അതിന്റെ കണക്ക് കാണിച്ചാൽ മതിയാവും. പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, മനസ്സിലായില്ലേ? അത് പാർട്ടിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കാണിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്യുവർ മണി ലോണ്ടറിംഗ് ആണ്.